ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത്. പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHOയെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 498A പ്രകാരമുള്ള 498A IPC അതുപോലെ 323 IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച് SHOവിൻ്റെ സമീപനത്തെക്കുറിച്ച് ഉള്ള ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആരോപണം ശരിയാണ് എന്ന്, കുട്ടി ഉന്നയിച്ചിട്ടുള്ള ആരോപണം ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമായി. തീർച്ചയായിട്ടും വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഉള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായി എന്ന് മാത്രമല്ല, അവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തലേ ദിവസം കുട്ടിയെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നു. ഭർത്താവിൻ്റെ ബന്ധുക്കളും ഭർത്താവും ചേർന്നുകൊണ്ട് തന്നെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ടുള്ളത്. കുട്ടി ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടുപോകുന്ന സമയത്ത് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബോധം തെളിഞ്ഞപ്പോഴാണ് താൻ ആശുപത്രിയിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ ഈ ശരീരത്തിനേറ്റിട്ടുള്ള പരിക്കുകൾ സംബന്ധിച്ച് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവുക ഈ കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ്. ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് തനിക്ക് ബാത്റൂമിൽ വീണ് പരിക്ക് പറ്റി എന്നുള്ള രൂപത്തിലാണ് അവർ പറഞ്ഞതാണ്. അപ്പോൾ ബോധഹീനയായിട്ട് ആ ബോധം തെളിയുന്ന സമയത്ത് ആ കുട്ടി കേൾക്കുന്നത് ബാത്റൂമിൽ വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുചെന്നു എന്ന് ഭർത്തൃവീട്ടുകാർ പറയുന്നതായിട്ടാണ്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഈ പെൺകുട്ടിയെ പരിക്ക് പറ്റിക്കുകയും മദ്യലഹരിയിലാണ് ഈ ഭർത്താവ് ഫോണിൻ്റെ ചാർജറിൻ്റെ കേബിൾ കൊണ്ട് കഴുത്ത് മുറുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റിക്കും മറ്റും കൈകൊണ്ട് കുത്തിയതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ പീഡനമേറ്റിട്ടുള്ള നിലയിലാണ് ആ പെൺകുട്ടിയുടെ ചിത്രം ഞങ്ങൾക്ക് മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തോട് കർശനമായിട്ടുള്ള ഭാഷയിൽ പറയുകയുണ്ടായി, ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പരാതി ലഭിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം, കോഴിക്കോട് സിറ്റിയിൽ തന്നെയുള്ള ആശുപത്രിയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി. അപ്പോൾ സിറ്റിയിൽ തന്നെയുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡോക്ടറുടെ മൊഴി കൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവരെ അദ്ദേഹത്തെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. നല്ല രൂപത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസിൽ നല്ല നിലക്കുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഭർതൃഗൃഹത്തിൽ നിന്ന് പീഡനം ഏൽക്കുന്ന സമയത്ത് അത് സർവം സഹകളായിട്ട് സ്ത്രീകൾ നിന്ന് സഹിച്ചുകൊള്ളണം എന്നുള്ള ഈ സമൂഹത്തിന്റെ മനോഭാവം തന്നെയാണ് മാറേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് സേനക്ക് ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ട്രെയിനിങ് അനിവാര്യമാണ് എന്ന് വനിതാ കമ്മീഷൻ നേരത്തെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലെ 3 മേഖലകളിലായിട്ട് പോലീസിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കുൾപ്പെടെ SHOമാർക്കുൾപ്പെടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ
ക്ലാസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും അതുപോലെ പിന്നെ എറണാകുളത്തുമായിട്ട് 3 മേഖലാ തലത്തിൽ ഏതാണ്ട് 600ഓളം ഓഫീസർമാർക്ക് ആ തരത്തിലുള്ള ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ അവയർനെസ് പ്രോഗ്രാം വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ പോലീസ് സേനക്കകത്ത് നല്ല രൂപത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാവണം. നിയമ നടപടികൾ എങ്ങനെയായിരിക്കണം, കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ സ്വീകരിക്കാനും പരാതികൾ കൈകാര്യം ചെയ്യാനും അന്വേഷണം നടത്താനും എങ്ങനെയാണ് പോലീസ് സംവിധാനം തയ്യാറാവേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിന് വേണ്ടി പോലീസ് ട്രെയിനിങ് സംവിധാനം ശക്തമായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. ഇന്നലെ ഈ പരാതിയിൽ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ അവളെ ഇന്നലെ വൈകിട്ട് പരാതി കിട്ടിയതിനെ തുടർന്ന് പല പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ആ പെൺകുട്ടി ശാരീരികമായിട്ട് തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. സഹോദരനാണ് ഫോൺ എടുത്തിരുന്നത്. പക്ഷേ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. അവള് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾക്ക് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഈ തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. അടുത്ത കാലത്തായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഏതാനും അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ എടുത്തു നോക്കുമ്പോൾ മിക്കവാറും ബിരുദധാരികളും അല്ലെങ്കിൽ ഇവിടെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ സ്ത്രീധനത്തിന്റെ വിലപേശലിൽപ്പെട്ട് തന്റെ പ്രണയത്തിനേക്കാൾ മുകളിലാണ് അല്ലെങ്കിൽ തന്റെ പ്രണയം പോലും നിരാകരിക്കപ്പെട്ട് അതിനേക്കാൾ രൂപത്തിൽ പുരുഷ മേധാവിത്വപരമായിട്ട് മനോഭാവത്തിനെതിരായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിക്ക്, ഒരു ഡോക്ടർക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യാൻ ഇടവന്നിട്ടുള്ള സാഹചര്യം അവിടെ കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾ ഇത്തരത്തിൽ പിന്നെ വിവാഹ സമയത്ത് ഇങ്ങനെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് കെട്ടുകണക്കിന് സ്വർണം അണിഞ്ഞുകൊണ്ട് വേണം ഭർതൃഗൃഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ള ധാരണ ഈ സമൂഹത്തിൽ ഉണ്ടാവുന്നത് വളരെ അപമാനകരമാണ്. ഇടത്തരം കുടുംബങ്ങളിലേക്ക് ഭാരിച്ച രൂപത്തിലുള്ള സ്വർണവും പണവും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള വിവാഹങ്ങൾ നടക്കുന്നത്. ഇന്നലെ ഈ പെൺകുട്ടിക്ക് പീഡനമേൽക്കാൻ ഇടവന്നിട്ടുള്ള സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അടുക്കള കാണൽ ചടങ്ങിന് വേണ്ടി ഈ സ്വർണവും പണവും കൊടുത്ത് വിവാഹം നടത്തിയതിനു ശേഷം മറ്റൊരു അടുക്കള കാണൽ ചടങ്ങാണ്. കോഴിക്കോട് പട്ടണത്തിൽ ഉൾപ്പെടെ ഈ അടുക്കള കാണൽ ചടങ്ങിന്റെ ഭാഗമായി ഗൃഹോപകരണങ്ങളടക്കം കൊണ്ടുകൊടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. പെൺകുട്ടികളെ കേവലം ശരീരമായിട്ട് മാത്രം കാണുകയും അവർക്ക് അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ വ്യക്തിത്വമോ ഒന്നും അംഗീകരിക്കാത്ത ഈ സമൂഹത്തിന്റെ വികലമായിട്ടുള്ള മനസ്സിന് നേരെ നല്ല രൂപത്തിലുള്ള പ്രതികരണം ഉയർത്താൻ പൊതുസമൂഹം മുന്നോട്ട് വരണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന് പറയാനുള്ളത്. കേസ് അന്വേഷണം തീർച്ചയായിട്ടും ആ സംഭവം നടന്നിട്ടുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ അവിടെ തന്നെ രീതിയിൽ നടക്കുക. ആ അന്വേഷണ സംഘത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് റീസെന്റായിട്ട് വരുന്ന വാർത്ത ശരിയാണോന്നറിയില്ല. ഇയാളൊരു വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വസ്തുത എനിക്കറിയില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഈ വിവാഹം കച്ചവടമായിട്ട് കാണുകയും എന്തും ഇങ്ങനെ വിലപേശി വിൽക്കപ്പെടാനുള്ള വസ്തുവാണ് പെൺകുട്ടികൾ എന്ന് കാണുകയും ചെയ്യുന്നു. പ്രതികരണമാണ് വനിതാ കമ്മീഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. സ്ത്രീധന സമ്പ്രദായത്തിനെതിരായിട്ട് 1961 ഉണ്ടായിട്ടുള്ള നിയമമാണ്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും യഥേഷ്ടം കൊടുക്കുകയൊക്കെ ചെയ്യാണ്. എന്ന പേരിലല്ല കൊടുക്കുന്നത്. വിവാഹ സമയത്ത് രക്ഷിതാവിന് ഉണ്ടായിട്ടുള്ള സ്നേഹവാത്സല്യത്താൽ സമ്മാനമായിട്ട് നൽകുന്നു, പാരിതോഷികമായിട്ട് നൽകുന്നു എന്നുള്ളതാണ് സ്ത്രീധനത്തെക്കുറിച്ച് സാധാരണ എല്ലാവരും പ്രതികരിക്കാറുള്ളത്. അങ്ങനെ പാരിതോഷികങ്ങൾ ഈ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നില്ല എന്ന് നിയമം തന്നെ വിവക്ഷിക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ നിയമം തന്നെ ദുർബലമായി പോകുന്നത്. അപ്പോൾ നിയമത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണം എന്ന്, അത് സെൻട്രൽ നിയമമാണ്, കേന്ദ്ര ഗവൺമെന്റാണ് അതിന് നടപടികൾ സ്വീകരിക്കേണ്ടുന്നത്. പക്ഷെ ആവശ്യമായിട്ടുള്ള റൂൾസ്, ചട്ടങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേരളീയ സമൂഹത്തിൽ അപമാനകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ ഇനി ഒരിക്കലും ഇടവരരുത് എന്നുള്ളതാണ്. അതിന്റെ ഒരു ജാഗ്രത ഈ സമൂഹത്തിൽ അനിവാര്യമാണ്. പെൺകുട്ടി പറവൂരുള്ള വീട്ടിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്.
ആ പെൺകുട്ടിയെ ഇന്നലെ ഫോണിലാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏതായാലും ഇവിടെ കമ്മീഷന്റെ ഇന്നലെയും ഇന്നുമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പെൺകുട്ടിയെ തീർച്ചയായിട്ടും ഞങ്ങൾ ചെന്ന് കാണും. ഇന്ന് കാണാൻ നിർവാഹമില്ല. ആ പെൺകുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പിന്തുണയും ധാർമ്മികമായിട്ടുള്ള പിന്തുണയും ആ കുട്ടിക്ക് നല്ല കരുത്തോടുകൂടി അവളുടെ ഭാവി ജീവിതം, ഞാൻ പറഞ്ഞു അവളോട്, ഒരു വിവാഹം പൊട്ടിപ്പോകുന്നത് കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ പ്രതികരിക്കാൻ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.